ഒരു കുട്ടിയടക്കം 11 പേരുടെ ജീവൻ കവർന്ന ചിന്നസ്വാമി സ്റ്റേഡിയം അപകടത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. ദുരന്തമുണ്ടായത് എങ്ങനെയെന്നതിലാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണം. ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിശദീകരണം തേടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അനന്യ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്യ, ഈ ആഘോഷത്തിനിടെയുണ്ടായ അപകടത്തിൽ 11 പേരാണ് നിലവിൽ മരിച്ചത്. കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വൻ വീഴ്ചയാണ് ഉണ്ടായത് എന്ന് വ്യക്തമാകുന്നു. മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എങ്ങനെ? ആര്യ, ഒട്ടും ശുഭകരമല്ലാത്തൊരു വാർത്തയുമായിട്ടാണ് ഇന്നത്തെ വാർത്താ ദിനത്തിന്റെ തുടക്കം. ആര്യ ഇപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ RCBയുടെ വിജയാഘോഷത്തിനിടെ നമുക്കറിയാം 18 വർഷത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ 18 വർഷത്തിൽ ഇതാദ്യമായാണ് RCB ഇത്തരത്തിൽ IPL കിരീടം നേടുന്നത്. അതിന്റെ ഏറ്റവും വലിയ ആഹ്ലാദത്തിൽ തന്നെയായിരുന്നു RCB ആരാധകർ. എന്നാൽ ആ ആഹ്ലാദ പ്രകടനങ്ങൾ 24 മണിക്കൂർ കടക്കുന്നതിന് മുന്നേ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, ഈ ഇത്തരത്തിലൊരു ആഘോഷം നടക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നതിന്റെ പേരിൽ തന്നെ ഇത്തരത്തിലൊരു ആഘോഷം മാറ്റിവെക്കണമെന്ന രീതിയിലെല്ലാം വാർത്തകൾ വന്നിരുന്നു. എങ്കിൽ പോലും ഇത്തരത്തിൽ ആഘോഷം നടക്കുന്നു. അപ്രതീക്ഷിതമായി വന്ന മഴയിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം. ആളുകളെല്ലാം മഴ മൂലം ഓടിക്കയറിയത് മൂലം ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാകുന്നത്. ആര്യപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക സർക്കാർ ഒരു മജിസ്ട്രേറ്റ് അന്വേഷണത്തിനെല്ലാം ഉത്തരവിട്ടിട്ടുണ്ട്. 15 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന രീതിയിലെല്ലാം സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ പോലും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർത്തും മാധ്യമങ്ങളിലെല്ലാം പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് കർണാടക ഗവൺമെന്റിനെതിരെ, സിദ്ധരാമയ്യ സർക്കാരിനെതിരെ വലിയൊരു വിമർശനം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇത്തരത്തിൽ വലിയൊരു ആഘോഷം 18 വർഷത്തിനൊടുവിൽ ഇത്തരത്തിൽ RCB കിരീടം നേടുന്നു. നമുക്കറിയാം, കേരളത്തിൽ പോലും വിവിധ ഇടങ്ങളിൽ വലിയ രീതിയിൽ തന്നെ RCB ആരാധകരുടെ ആഘോഷം നമ്മൾ കണ്ടതാണ്. അപ്പോൾ തീർത്തും കർണാടക പോലൊരു സ്ഥലത്ത് എത്ര രീതിയിൽ വലിയൊരു ആഘോഷമായിരിക്കും ഉണ്ടാകുക. പ്രത്യേകിച്ച് ഒരു വിക്ടറി പരേഡ് എല്ലാം മുന്നിൽ വരുന്നു എന്ന് കാണുമ്പോൾ എത്രത്തിൽ ആകാംക്ഷയിലും അല്ലെങ്കിൽ സന്തോഷത്തിലുമായിരിക്കും RCB ആരാധകർ, പ്രത്യേകിച്ച് ബംഗളൂരുവിലുള്ള ആരാധകരെല്ലാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ആഘോഷം നടക്കുമ്പോൾ അതിനുവേണ്ട കൃത്യമായ ക്രമീകരണങ്ങൾ, വാർത്തകളിൽ നിന്നെല്ലാം ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് വളരെ ചുരുക്കം പോലീസുകാർ മാത്രമാണ് ഇത്തരത്തിൽ വലിയൊരു ആഘോഷത്തിന്റെ ഭാഗമായ ഈ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർത്തും ഇത്തരത്തിൽ ആരാധകർ ഒത്തുകൂടുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിൽ ടീം മുഴുവനായി എത്തുന്ന ഒരു സാഹചര്യം, വിക്ടറി പരേഡ് ഒഴിവാക്കണമെന്നെല്ലാം വാർത്തകൾ മുന്നേ തന്നെ വന്നിരുന്നു. എങ്കിൽ പോലും ഇത്തരത്തിൽ ടീം മെമ്പേഴ്സ് മുഴുവൻ എത്തുമെന്നുള്ള രീതിയിലെല്ലാം വിവരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ഒത്തുകൂടുന്നത് സ്വാഭാവികമാണ്. ആളുകൾ അവരുടെ ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ അവരുടെ സന്തോഷം അറിയിക്കാൻ ഒത്തുചേരുന്നതിലെല്ലാം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ്. എന്നാൽ ഇത്തരത്തിലൊരു വലിയ ആഘോഷം നടക്കുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ വലിയ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചില്ല, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചോദ്യം എന്ന് തന്നെ വേണം പറയാൻ. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു മജിസ്ട്രേറ്റ് അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ 45ഓളം ആളുകളുടെ പരിക്കും വളരെ ഗുരുതരമാണ്. വലിയ രീതിയിൽ തന്നെ സാരമായ പരിക്കുകളോടെയാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളും വരുന്നുണ്ട്. 11 പേർ, ഒരു കുഞ്ഞുൾപ്പെടെ 11 പേരുടെ മരണത്തിനാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഇടയാക്കിയിരിക്കുന്നത്. അതിൽ ഒരു കണ്ണൂർ സ്വദേശിയായ മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും നിലവിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ 10 ലക്ഷം രൂപ സർക്കാർ പാരിതോഷികം ഇത്തരത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ചികിത്സ, മറ്റു അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സയെല്ലാം പൂർണ്ണ സൗജന്യമാക്കിക്കൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിൽ നടപടികളെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് വഴി വെക്കേണ്ടിയിരുന്നു. ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അല്ലെങ്കിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിപ്പിച്ച് ഇത്തരം വലിയൊരു ദുരന്തം കർണാടക സർക്കാരിന് ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന തരത്തിലെല്ലാം വലിയ രീതിയിൽ തന്നെ വിമർശനം ഉയർന്നു വരുന്നുണ്ട് ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട്. തീർച്ചയായും അനന്യ, വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത്. നിലവിൽ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ടോ? കാരണം 6 പേരുടെ നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളും ഈ ഒരു നിമിഷം പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും ആര്യ, മരണസംഖ്യ ഉയരാനുള്ള തീർത്തും ദുഃഖകരമായ വിഷയമാണെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും വലിയ നിജസ്ഥിതി അത് തന്നെയാണ്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഏറെ എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനോടകം 11 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എങ്കിൽ ഇതിൽ 45ഓളം അല്ലെങ്കിൽ 45-ന് മുകളിൽ ആളുകൾക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇന്നലെ മുതൽ ലഭിക്കുന്നത്. ഇതിൽ തന്നെ ആര്യ സൂചിപ്പിച്ചതുപോലെ 6 അല്ലെങ്കിൽ 7 ആളുകളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇവരുടെ കാര്യത്തിലെല്ലാം മികച്ച ചികിത്സാ രീതിയെല്ലാം സർക്കാർ ഉറപ്പാക്കുന്നു എന്നുള്ള രീതിയിലാണ് പുറത്തു വരുന്ന വാർത്തകൾ. സിദ്ധരാമയ്യെല്ലാം പറയുന്നതനുസരിച്ച് മികച്ച ചികിത്സ കൊടുക്കും, ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചത് അവർ സ്വയം സമ്മതിക്കുന്ന ഒരു സാഹചര്യമെല്ലാം വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ തീർത്തും അശുഭകരമായ കാര്യം എന്ന് പറയുന്നത് ഇനി മരണസംഖ്യ കൂടിയേക്കാം എന്ന തരത്തിൽ തന്നെയാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലഭിക്കുന്ന വിവരം. ആര്യ, ഈ 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന്
നൽകുന്ന വിവരമാണ്. അപ്പോൾ സർക്കാരിന് പൂർണ്ണമായും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കാരണം ഇത്രയും വലിയൊരു ആഘോഷം നടക്കുമ്പോൾ അതിന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതായിരുന്നു. അത് ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണ്. അത് ഈ ദുരന്തത്തോടെ തന്നെ വ്യക്തമായ ഒരു കാര്യമാണ്. അപ്പോൾ കൃത്യമായ ഒരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും ആര്യ, അങ്ങനെ തന്നെ വേണം കരുതാൻ. അത് തന്നെയാണ് ഞാൻ തുടക്കത്തിലും സൂചിപ്പിച്ചത്. ഇത്തരത്തിൽ വലിയൊരു ആഘോഷം, ഒരു RCB പോലെ ഒരു ടീം 18 വർഷങ്ങൾക്കൊടുവിൽ ഒരു IPL കിരീടം നേടുന്നു. തീർത്തും വിരാട് കോഹ്ലി എന്നൊരു ഇതിഹാസ താരത്തിന്റെ ഒരു കരിയറിന്റെ പൂർണ്ണത തന്നെ സംഭവിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു രാത്രി. ആ രാത്രിക്ക് ശേഷം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ വലിയൊരു വിജയാഘോഷം ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും എത്തരത്തിൽ ആളുകൾ, നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ് എത്തരത്തിൽ ആളുകൾ അവിടെ കൂടും, എത്രത്തോളം വലിയൊരു ജനക്കൂട്ടം അവിടെ എത്തിച്ചേരും എന്നുള്ളത് സ്വാഭാവികമായി ഏതൊരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത്തരത്തിൽ കർണാടക സർക്കാർ അതിനെ വലിയ രീതിയിൽ മുഖവിലേക്ക് എടുത്തില്ല എന്ന് തന്നെ വേണം കരുതാൻ. കാരണം വലിയ രീതിയിലൊരു പോലീസ് സന്നാഹമോ ഒരു സുരക്ഷയോ ഒന്നും ഒരുക്കാതെ ഇത്തരത്തിലൊരു വിജയാഘോഷം അവിടെ നടത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടായ ഒരു അപകടവുമായി ബന്ധപ്പെട്ട ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം, അത്രയും ദുഃഖകരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും കർണാടക സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. ഇപ്പോൾ ഒരു ഇമ്പീരിയൽ അന്വേഷണത്തിന് അവർ ഉത്തരവിട്ടിട്ടുണ്ട്. 15 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നെല്ലാം അവർ ഉത്തരവിട്ടിട്ടുണ്ട്. എങ്കിൽ പോലും തീർച്ചയായും അവർക്ക് ഈ ഒരു അപകട സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ നിന്ന് തെന്നി മാറുക അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുക എന്നത് ഒരിക്കലും പ്രായോഗികമായ വിഷയമല്ല. കർണാടക സർക്കാരിന് തന്നെ ഉപമുഖ്യമന്ത്രി ആയാൽ പോലും അവർക്ക് സമ്മതിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ തുറന്ന് സമ്മതിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. കാരണം ബംഗളൂരുവിലെല്ലാം ജനങ്ങളുടെ വലിയൊരു പ്രതിഷേധം സർക്കാരിനെതിരെ ഇത്തരത്തിൽ അപകട കാര്യങ്ങളോ അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ പോലും മറുവശത്ത് ഗവൺമെന്റിനെതിരെ, കർണാടക സർക്കാർ, സിദ്ധരാമയ്യ സർക്കാരിനെതിരെ വലിയ രീതിയിൽ തന്നെ ഒരു പ്രകടനം അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഒരു വിമർശനം ആളുകൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ എന്തുകൊണ്ട് ഒരു കൃത്യമായ സുരക്ഷ ജനങ്ങൾക്ക് ഒരുക്കിയില്ല, ഇത്തരത്തിൽ വലിയൊരു ആഘോഷം നടക്കുമ്പോൾ എന്തുകൊണ്ട് സുരക്ഷ ഒഴിവാക്കിയിട്ടില്ല, സുരക്ഷ നടപ്പാക്കിയില്ല എന്ന രീതിയിലെല്ലാം വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യ ഇപ്പോൾ ചോദിച്ചതുപോലെ തന്നെ ഒരിക്കലും ഇത്തരത്തിലൊരു വിഷയത്തിൽ നിന്ന് കർണാടക സർക്കാരിനോ സിദ്ധരാമയ്യ സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വസ്തുത. ആര്യ, ഈ മരിച്ചവരിൽ ഒരു മലയാളിയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂർ സ്വദേശിയാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അനന്യ, തീർച്ചയായും ആര്യ, അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. മരിച്ചവരിൽ കണ്ണൂർ സ്വദേശി ഒരു മലയാളി ഉണ്ടെന്നുള്ള രീതിയിലുള്ള വാർത്ത ഇന്ന് പുലർച്ചെ മുതൽ തന്നെ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ കണ്ണൂർ സ്വദേശിയായ ശിവലിംഗ് എന്ന വ്യക്തിയാണ് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടത് എന്ന രീതിയിലെല്ലാം വിവരങ്ങൾ വരുന്നുണ്ട്. ആര്യ, ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് മറ്റു വിവരങ്ങളെല്ലാം കൂടുതൽ ലഭിക്കേണ്ടിയിരിക്കുന്നുണ്ട്. നിലവിൽ 11 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 14 വയസ്സായ ഒരു പെൺകുട്ടി, ഒപ്പം തന്നെ ഇത്തരത്തിൽ ഏറ്റവും ദുഃഖകരമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു മലയാളി, ഒരു കണ്ണൂർ സ്വദേശിയും കൂടി മരണപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലെല്ലാം വാർത്തകൾ വരുന്നുണ്ട്. ആര്യ, ശരി. ഒരു കുട്ടിയടക്കം 11 പേരുടെ ജീവൻ കവർന്ന ചിന്നസ്വാമി സ്റ്റേഡിയം അപകടത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ. ദുരന്തമുണ്ടായത് എങ്ങനെ എന്നതിലാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണം. ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത്. 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിശദീകരണം തേടുമെന്നുമാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. നിലവിൽ 6 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. അനന്യയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.